ഒരു സാധനവും കിട്ടിയിട്ടില്ല അച്ഛൻ്റെതായിട്ടെന്ന് പറയാം. ക്രൈംബ്രാഞ്ചും ഒരുപാട് രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവർക്കും ഒരു എന്താണ് എന്ന് സംഭവിച്ചതെന്നുള്ളൊരു ഇത് പറയാറായിട്ടില്ല. അച്ഛൻ അങ്ങനെ സ്വന്തമായിട്ട് പോകാനാണെങ്കിൽ തിരിച്ച് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങനെ പോകേണ്ട സാഹചര്യമൊന്നും ഇല്ല വീട്ടിൽ. 3 വർഷമായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അച്ഛൻ തിരിച്ച് വരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പട്ടാപ്പകൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ഒരാളെ പൊടുന്നനെ കാണാതാവുക. 3 വർഷം പിന്നിട്ടിട്ടും അയാളെപ്പറ്റി ഒരു വിവരവും ലഭിക്കാതിരിക്കുക. റോഡിൽ നിന്ന് മാഞ്ഞുപോയ ആ മനുഷ്യന് എന്ത് സംഭവിച്ചിരിക്കാം? തിരുവനന്തപുരം ആര്യനാട് സ്വദേശി മോഹനന്റെ തിരോധാനത്തിലെ ദുരൂഹത ഇതുവരെ അവസാനിച്ചിട്ടില്ല. ആര്യനാട് കുളപ്പട സ്വദേശി മോഹനൻ, 58 വയസ്സ്. ഭാര്യ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള പറണ്ടോട് ഐശ്വര്യ ഫൈനാൻസിലായിരുന്നു ജോലി. കഴിഞ്ഞ 13 വർഷമായി ബാങ്കിലെ സ്വർണവും പണവും പേരൂർക്കട സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നതും തിരിച്ചെടുക്കുന്നതും മോഹനനായിരുന്നു. സ്കൂട്ടറിലായിരുന്നു ആ യാത്ര. 2020 മെയ് 8 ലോക്ക്ഡൌൺ കാലം. അന്നും മോഹനൻ പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിലേക്ക് പോയി. ബാങ്കിൽ നിന്ന് സ്വർണവും പണവും ബാഗിലാക്കി ഇറങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പേരൂർക്കടയിലെ ഈ ബാങ്കിൽ നിന്നിറങ്ങുമ്പോൾ 50,000-ലധികം രൂപയും 50 പവനും ഉണ്ടായിരുന്നു മോഹനന്റെ കൈവശം. സ്കൂട്ടറിൽ പറണ്ടോടേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിലാണ് മോഹനൻ അപ്രത്യക്ഷനായത്. ഇങ്ങനെ പോകുന്നത് അറിയാവുന്ന മറ്റാരെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട്? അതെ, അതാണ് നമ്മുടെ സംശയം. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഞങ്ങൾക്ക് സംശയമായിട്ടില്ല. പക്ഷെ അല്ലാതെ അച്ഛനായിട്ട് പോവില്ല. കരകുളം 6-ാം കല്ലിലെ CCTV ക്യാമറയിൽ മോഹനൻ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യം ലഭിച്ചു. പക്ഷേ ഈ ക്യാമറയിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെ മറ്റൊരു ക്യാമറയുണ്ട്. അതിൽ മോഹനന്റെ ദൃശ്യങ്ങളില്ല. ആ 200 മീറ്ററിനുള്ളിൽ വെച്ചാണ് മോഹനന്റെ ദുരൂഹമായ തിരോധാനം. 6-ാം കല്ലിലെ ഈ റോഡിൽ വെച്ചാണ് മോഹനൻ അപ്രത്യക്ഷനായത്. ഈ ചെറിയ ദൂരത്തിനിടയിൽ മോഹനന് എന്താണ് സംഭവിച്ചത്? പട്ടാപ്പകൽ സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ആ മനുഷ്യൻ എവിടേക്കാണ് മാഞ്ഞുപോയത്? ആ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ആ 200 മീറ്ററിനിടയിൽ മോഹനന് എന്ത് സംഭവിച്ചു എന്നത് അജ്ഞാതമാണ്. മോഹനനെ കാണാതായ വഴിയിൽ നിന്ന് ഒട്ടേറെ ഇടറോഡുകൾ പോകുന്നുണ്ട്. ആ വഴികളിലൂടെയെല്ലാം അന്വേഷണ സംഘം സഞ്ചരിച്ചു. ഇഞ്ചോടിഞ്ച് പരിശോധന നടത്തി. ഈ കരകുളം പാലത്തിൻ്റെ അടിവരെ പരിശോധന നടത്തി. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. 4 വർഷമാകുന്നു ആ തിരോധാനം സംഭവിച്ചിട്ട്. കഴിഞ്ഞ 1 വർഷമായി ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. അവിടെ നിന്ന് വഴി ഇഷ്ടം പോലെ വേറെ റൂട്ടിലോട്ടൊക്കെ പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. കാരണം ഞങ്ങൾക്കും അറിയില്ല. വേറെ ഒരു തുമ്പോ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ വണ്ടി പോലും കിട്ടിയിട്ടില്ല. വണ്ടി ഉൾപ്പെടെയാണ് കാണാത്തത്. എല്ലാ വഴിയും അടഞ്ഞപ്പോൾ വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചു മോഹനന്റെ കുടുംബം. എന്നിട്ട് പോലും ഒരു വാതിലും തുറക്കുന്നില്ല. പ്രതീക്ഷയോടെ അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് മോഹനനെ. തിരോധാനം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിനും കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. മോഹനൻ സ്വയം പോകാനോ മറ്റാരെങ്കിലും അപായപ്പെടുത്താനോ ഉള്ള സാധ്യത ക്രൈംബ്രാഞ്ച് തള്ളിക്കളയുന്നുമില്ല. നിലവിൽ ക്രൈംബ്രാഞ്ചിന് ഇത് സംബന്ധിച്ച് ഒരു തുമ്പ് ലഭിച്ചിട്ടുണ്ട്. അതിൽ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ്. അത് ഫലപ്രദമായാൽ 2 മാസത്തിനുള്ളിൽ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പക്ഷേ അതും ഒരു സാധ്യത മാത്രമാണ്. അനൂപിനും ബിജുവിനുമൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.